എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക നിലമ്പൂർ തേക്കുകളും തേക്ക് മ്യൂസിയവും കനാലി പ്ലോട്ടൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് കാർ ബ്രാൻഡായ റോൾസ് റോയ്സിന്റെ ഇന്റീരിയർ ചെയ്യാൻ ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്തത് നിലമ്പൂരിലെ ഈ അമൂല്യമായ കാതിലുള്ള തേക്കുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും അമൂല്യമായ ഒരു മര ഇനമാണ് നിലമ്പൂർ തേക്ക്. 1847 ബ്രിട്ടീഷുകാർ കനോലി പ്ലോട്ടിൽ ഒരു തേക്ക് പ്ലാന്റേഷൻ ആദ്യമായി ആരംഭിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും നിലമ്പൂരാണ്. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ തേക്ക് മനസ്സിൽ വരുന്നത് പോലെ ഇപ്പോൾ നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എം സ്വരാജ് ആണ്. ഗുണമേന്മയിൽ നിലമ്പൂർ തേക്ക് പോലെ ജനാധിപത്യത്തിൽ കാതലുള്ള നിലപാടുകൾ കൊണ്ട് കാമ്പുള്ള മനുഷ്യപക്ഷ കാഴ്ചപ്പാടുകൾ കൊണ്ട് കേരളത്തിൽ ശ്രദ്ധേയനായ എം സ്വരാജ് തന്നെയല്ലേ നിയമസഭയിൽ നിലമ്പൂരിന്റെ ശബ്ദമാകേണ്ടത്?